നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തയിലേക്കും സ്വാഗതം. കേന്ദ്രം കനിഞ്ഞതോടെ 5990 കോടി രൂപയും കൂടി അധികമായി കടമെടുക്കാൻ കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. തുക നാളെ എത്തിച്ചേരും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രമുള്ളപ്പോൾ ഇങ്ങനെ ഒരു കടമെടുപ്പിനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസമാണ്. 12,000 കോടിയാണ് ഈ മാസം വായ്പ എടുക്കാൻ അനുമതി നേടിയത്. എന്നാൽ 5990 കോടി കടമെടുക്കുവാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 4800 രൂപയുടെ സഹായം എത്തിച്ചേരും. മാർച്ച് മാസത്തിൽ ആദ്യഘട്ടമായ 1600 രൂപയാണ് വിതരണം ആരംഭിക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭം, വിവിധ പുണ്യദിനങ്ങൾ ഈ മാസങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ വിതരണം നേരത്തെ ഉണ്ടാകും. അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് 3200 രൂപ ലഭിക്കും. മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക ലഭിക്കും. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഉയർത്തും എന്നുള്ള പ്രഖ്യാപനവും പുറത്തു വരുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പും ഇപ്പോൾ പുറത്തു. ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.